പ്രിയപ്പെട്ട ഔസേഫ് സാറ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗ്രേസ് ടീച്ചറിൻ്റെ റിട്ടയർമെൻറ്റുമായി അനുബന്ധിച്ച് ഭവനത്തിൽ കൊണ്ടുചെന്നാക്കുന്ന ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കുന്ന എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, പ്രത്യേക ക്ഷണിതാക്കളായി ഇവിടെ വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനം. 1991 വാളകം മാർത്തോമാ സ്കൂളിൽ ആരംഭിച്ച് 2026 പത്തനംതിട്ട മാർത്തോമാ സ്കൂളിൽ അവസാനിക്കുന്ന ഔദ്യോഗിക ജീവിതത്തിൻ്റെ വലിയ ഒരു പാരമ്പര്യം പേർക്കൊണ്ട് പ്രിയപ്പെട്ട ഗ്രേസ് ടീച്ചറിനെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പാലക്കാട് കുഴൽമന്ദം ഇലന്തൂർ LPS, ഓതറ AMM ഹൈസ്കൂൾ, തിരുവല്ല SCS ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടയം മാർത്തോമാ സ്കൂൾ, തുടർന്ന് പത്തനംതിട്ട മാർത്തോമാ സ്കൂൾ, ഇവിടെ എല്ലാം ടീച്ചറിൻ്റെ മാതൃതുല്യമായ കരുതൽ എല്ലാവരും അനുഭവിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ വലിയ ഒരു നഷ്ടമാണ്. എന്നാൽ ആ നഷ്ടം ഔസേഫ് സാറിൻ്റെയും ഈ കുടുംബത്തിൻ്റെയും, പ്രത്യേകിച്ച് അലക്സാണ്ടർ വർഗീസ് അച്ഛൻ്റെ പ്രതിനിധീകരിക്കുന്ന മലങ്കര മാർത്തോമാ സഭയുടെ ഒരു നേട്ടമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. കാരണം ഇത്രമാത്രം കർത്തവ്യ നിരതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ടീച്ചറിനെ സ്കൂളിൽ നഷ്ടപ്പെടുമ്പോൾ അത് സഭയ്ക്ക്, ഇടവകയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായ ഒന്നാണ്. ടീച്ചറിന് ഇടയ്ക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ കാണുമ്പോൾ വളരെ സുന്ദരിയായി, ആരോഗ്യവതിയായി തന്നെയാണ് ഇരിക്കുന്നത്. ഞങ്ങൾ നിറഞ്ഞ മനസ്സോടെ, സന്തോഷത്തോടെ സാറിനെ, ടീച്ചറിനെ ഏൽപ്പിക്കുകയാണ് അച്ഛൻ്റെ സാന്നിധ്യത്തിൽ. അപ്പോൾ സാറിനും സഭയ്ക്കുമായി ടീച്ചറിൻ്റെ തുടർന്നുള്ള സേവനങ്ങൾ ദൈവം ഉപയുക്തമാക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ടീച്ചറിനും ഔസേഫ് സാറിനും കുഞ്ഞുങ്ങൾക്കും എല്ലാ നന്മകളും ഒരിക്കൽ കൂടെ നേരുകയും പിടിച്ചു ഞങ്ങളെ ഏൽപ്പിച്ചിരുന്ന കരങ്ങളെ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ദീർഘവർഷങ്ങളിൽ സഭയുടെ പ്രത്യേകിച്ച് സ്കൂളുകൾക്ക് ഏറെ ധന്യവും അനുഗ്രഹീതവുമായ ഒരു ശുശ്രൂഷ ഗ്രേസ് ടീച്ചറിലൂടെ നിർവഹിക്കപ്പെടുവാൻ സഹായകമായി. ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ സഭയുടെ ഏറ്റവും മുന്തിയ സ്കൂളുകളിൽ തന്നെ തൻ്റെ കയ്യൊപ്പുകൾ ചാർത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ ഞങ്ങളും സന്തുഷ്ടരാണ്. അവിടെ ടീച്ചർ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല. അതിലും ബൃഹത്തായ പദ്ധതികളാണ് ഇടവക ഒരുക്കുന്നത്. അതുകൊണ്ട് സേവ്യാസംഘം, ഇതരങ്ങളായ, ഇനി അല്പം കൂടെ 2-3 വയസ്സുകൂടെ കഴിഞ്ഞ സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് തുടങ്ങി ഇതരങ്ങളായ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിക്കുവാനും അതിന് സാന്നിധ്യം വഹിക്കാനും ടീച്ചർക്ക് സാധിക്കുമെന്നുള്ള വളരെ പ്രതീക്ഷയും പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത്. ജിജി സാറിൻ്റെ എല്ലാ നല്ല വാക്കുകൾക്കും ഞങ്ങൾ കുടുംബമായും വിദേശനിവാസികൾ എന്ന അർത്ഥത്തിലും നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും വന്ന് സംബന്ധിക്കുന്നതിലുള്ള വലിയ സന്തോഷം കൂടെ അറിയിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരങ്ങളുടെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. വിശ്വസ്തനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഒരു മാസത്തിൻ്റെ അവസാന ദിവസത്തോടെടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്നെ സ്തുതിപ്പാൻ പല ഭാഗങ്ങളിലിരുന്നവരായ ഞങ്ങൾക്ക് ഈ പ്രിയപ്പെട്ട ഭവനത്തിൽ ഒരുമിച്ച് കൂടി നിൻ്റെ കൃപകളെക്കുറിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യാൻ ലഭിച്ചിരിക്കുന്ന സാവകാശത്തിനായി സ്തോത്രം. ഞങ്ങൾക്കൊക്കെ ഈ ഭൂമിയിൽ അനുവദിച്ചിരിക്കുന്ന ആയുസ്സിനായി സ്തോത്രം. നിങ്ങളുടെ ആയുസ്സും
എൻ്റെ അവസരങ്ങൾ, ഞങ്ങളുടെ ആരോഗ്യമെല്ലാം നിന്റെ ദാനമാണെന്ന് വിനയത്തോടെ ഞങ്ങൾ ഓർക്കുന്നു. നീ നൽകിയതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിലൊന്നുമില്ല ഞങ്ങൾ സമ്മതിക്കുന്ന കർത്താവേ. ഞങ്ങൾ കുറവുള്ളവരാണെങ്കിലും ബലഹീനരാണെങ്കിലും ഞങ്ങളെ ബലവാരാക്കി ഉപയോഗിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. സാറിനെയും ഗ്രേസ് ടീച്ചറിനെയും മക്കളെ 3 പേരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളിലൂടെ സഭയ്ക്കും സമൂഹത്തിനും ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകളെയും ഓർത്ത് ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തോത്രത്തോടെ നിന്നെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ സഭയുടെ വിവിധ സ്കൂളുകൾ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിരോധിപ്പാൻ എൻ്റെ മക്കളോട് നീ സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്ത് പ്രത്യേകിച്ച് ഗ്രേസ് ടീച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന ദിവസം ദാസിയോട് ചേർന്ന് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ദാസിയുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെയൊക്കെയും ഞങ്ങൾക്ക് സുവിശേഷങ്ങൾക്ക് ലഭിച്ച എല്ലാ സേവനങ്ങളെയും ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ നടത്തിയ വഴികൾ, അവർ ഞങ്ങളെ പുലർത്തിയ വിധങ്ങൾക്കായിട്ടൊക്കെ സ്തോത്രം ചെയ്യുന്നു. എപ്പോഴും നന്ദി സ്തോത്രമുള്ളവരായി ജീവിക്കാൻ നമുക്ക് ഇടയാക്കണമേ കർത്താവേ. കർത്താവിന് വിരമിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനെയും അവരുടെ കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ഒത്തുകൂടിയിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിച്ച വാഴ്ത്തണമേ. ഈ ഭവനത്തിൽ എപ്പോഴും ഒരു സ്വർഗീയമായ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ശിഷ്ടായുസ് കർത്താവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി കൂടുതൽ ശോഭിപ്പാൻ ഒരു ദാസിയെ സഹായിക്കുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. നമ്മുടെ ബഹുമാനപ്പെട്ട സാറ് ദീർഘവർഷങ്ങൾ സെമിനാരി ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായിരുന്നു. ചെറിയാൻ ഒരു വാക്ക് പറയുന്നത്. സന്നിഹിതരായിരിക്കുന്ന അധ്യാപക അധ്യാപക സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട ഹുസൈൻ സാറിൻ്റെ കോട്ടയ്ക്ക് പുറത്തെ കുടുംബവുമായി ദീർഘവർഷങ്ങളുള്ള സ്നേഹബന്ധമാണ് ഞങ്ങളുടെ കുടുംബത്തിനുള്ളത്. ഈ കുടുംബം ഒരധ്യാപക കുടുംബമാണ്. പിതാവ് പരേതനായ എബ്രഹാം സാറ് ഒരു അധ്യാപകനായിരുന്നു. മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ഏകദേശം എൻ്റെ ഓർമ്മയിൽ ഒരു 10 പേരെങ്കിലും മാർത്തോമാ സഭയുടെ വിവിധ സ്ഥാപനങ്ങളിൽ കോളേജും സ്കൂളും ഒക്കെ ആയിട്ട് സേവനം ചെയ്തിരുന്നു. ഇപ്പോഴും കൊച്ചുമക്കൾ പലരും സേവനത്തിലാണ്. ഗ്രേസ് ടീച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു മാതൃകാ അധ്യാപികയാണ്. പല സ്കൂളുകളിൽ സേവനം അനുഷ്ഠിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടെ ഉണ്ടായി. ആ സമയത്തൊന്നും, അല്ലെങ്കിൽ ആ സമയത്തെല്ലാം തൻ്റെ കടമയോടുള്ള കൂറ് പുലർത്തിയ ഒരു ടീച്ചറാണ്. കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജ്, തിരുവല്ല മാർത്തോമാ കോളേജ്, കോട്ടയം MG സെമിനാരി, ഓതറ AM ഹൈസ്കൂള്, പത്തനംതിട്ട മാർത്തോമാ ഹൈസ്കൂള്, ചണ്ണപ്പേട്ട സ്കൂള്, ഇവിടങ്ങളിലൊക്കെ ഇവരിൽ പലരും അധ്യാപകരായും കോളേജിലും ജോലി ചെയ്തു. ഇപ്പോഴും പലരും ചെയ്യുന്നുണ്ട്. ടീച്ചറിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവം ദാനമായി സമർത്ഥരായ 3 മക്കളെയും കൊടുത്തു. മകൻ കുടുംബമായി കാനഡയിലാണ്. പെൺമക്കൾ 2 പേരും കോളേജിൽ പഠിക്കുന്നു. ഗ്രേസ് ടീച്ചറിൻ്റെ വിശ്രമ ജീവിതം ആയുസ്സോടെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, ഏറ്റവും സമാധാനത്തോടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ, ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, ആശംസയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഗ്രേസിൻ്റെ സിസ്റ്റർ സൂസമ്മ സഭ ടീച്ചർ ഒരു വാക്കിൽ നന്ദി പറയുന്നു. അതിനുശേഷം അകത്തൊന്ന് കയറി ഡ്രിങ്ക്സ് ഉണ്ട്. അതിനുശേഷം ഇവിടെയും സംബന്ധിക്കണം. വന്ന എല്ലാവരോടും എൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. പ്രിയമുള്ളവരെ, ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. യഹോവ ഉണ്ടാക്കിയ ദിവസം എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയും പോലെ
തീരും വെള്ളത്തിലും കൂടി കിടക്കേണ്ടി വന്നു എങ്കിലും സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നൊരു വാക്യമുണ്ട്. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിലെ എത്രയോ തീയുടെയും വെള്ളത്തിൻ്റെയും അനുഭവങ്ങൾ, ഒരുപാട് പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഘട്ടങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. രോഗമായാലും മറ്റു പല സാഹചര്യങ്ങൾ, സങ്കടങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോയിട്ടുള്ളപ്പോഴും കൈത്താങ്ങി പുരാതനായ ദൈവം സംഗീതവും ബലവുമായിരുന്നു. അപ്പോൾ തീർച്ചയായും വിരമിക്കൽ എന്ന് പറയുന്നത് ആരോഗ്യത്തോടെ ഭവനത്തിലേക്ക് ഇങ്ങനെ ഒരു പറ്റും പ്രിയപ്പെട്ടവരുടെ അകമ്പടിയോടെ ഭവനത്തിലേക്ക് കടന്നു വരുവാനും പൊതു മുതൽ തിരിച്ചേൽപ്പിക്കുന്നു. ഇവിടെ എന്ന് പറയുന്നിടത്ത് വീണ്ടും പലയിടങ്ങളിലേക്കുള്ള മുതലായി തീരുവാനുള്ള അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങി അനുഗ്രഹകരമായ ദീർഘ ജീവിതം ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ കൂടെ കടന്നു വന്ന എല്ലാവരുടെയും സ്നേഹ സാമീപ്യത്തിന്, നിങ്ങൾ നൽകിയ എല്ലാ സമ്മാനങ്ങൾക്ക്, നിങ്ങളുടെ എല്ലാ കൈത്താങ്ങുകളുടെ എല്ലാ പിൻബലത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി, സ്നേഹം, കിടപ്പാട് എല്ലാം അറിയിക്കുന്നു. തുടർന്നും എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്നുള്ള അപേക്ഷയോടുകൂടി എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. പ്രിയപ്പെട്ട ഗ്രേസ് ടീച്ചർ, ഞങ്ങളുടെ സഹപ്രവർത്തക ടീച്ചറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്കാണ് കടന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സ്കൂളിലെ സ്റ്റാഫായിട്ട് ഇവിടെ ടീച്ചറിൻ്റെ വീട്ടിൽ ഭവനത്തിൽ ടീച്ചറിൻ്റെ ഔദ്യോഗിക കർത്തവ്യത്തിൽ നിന്നും വിരമിച്ച് ഭവനത്തിലേക്ക് ഞങ്ങൾ തിരിച്ചേൽപ്പിക്കാനാണ് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത്. ടീച്ചറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ദീർഘവർഷക്കാലം വിവിധ മർത്തോമ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ വിവിധ സ്കൂളുകളിൽ ദീർഘവർഷക്കാലത്തെ അധ്യാപന പരിചയം, ഒരു മാതൃസ്നേഹം, കുട്ടികൾക്ക് പ്രിയങ്കരിയായിട്ടുള്ള ഒരു അധ്യാപിക. ടീച്ചറിൻ്റെ വിരമിക്കൽ എന്ന് പറയുമ്പോൾ സ്കൂളിനെ സംബന്ധിച്ച്, ഞങ്ങളുടെ മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെ സംബന്ധിച്ച് തീരാ നഷ്ടമാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു അധ്യാപികയെ പ്രിയപ്പെട്ട ഗ്രേസ് ടീച്ചറിനെയൊക്കെ ഒരുപാട് കണ്ടു പഠിക്കാനുണ്ട്. പുതിയ തലമുറയ്ക്ക് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ വളരെ ചിട്ടയായും കൃത്യതയോടും ആത്മാർത്ഥതയോടും കൂടി ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട ടീച്ചറാണ്. അതുപോലെ ടീച്ചറിൻ്റെ എടുത്തു പറയത്തക്ക ഒരു ഗുണമെന്ന് പറയുന്നത്, ടീച്ചർ സഹപ്രവർത്തകരെ സ്വന്തം സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുകയും ഭവനത്തിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്കൂടെ കൊണ്ടുവന്ന് തന്ന് ആ സ്നേഹം ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് വളരെ ആഗ്രഹിക്കുന്ന ഒരു ടീച്ചറാണ് ഗ്രേസ് ടീച്ചർ. അത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. പിന്നെ ഞങ്ങൾ പല ഏജ് ഗ്രൂപ്പുകാരാണ് ഒരു സ്റ്റാഫ് റൂമിലൊക്കെ ഇരിക്കുന്നത്. ആ ഒരു വ്യത്യാസമൊന്നും കാണിക്കാതെ എല്ലാവരും ഒരേ സമപ്രായക്കാരെന്നുള്ള രീതിയിൽ ഞങ്ങളുമായിട്ട് ഇടപെടുകയും സംസാരിക്കുകയും അത്തരത്തിലൊക്കെ ചെയ്യുന്ന ഒരു പ്രിയങ്കരിയായ ടീച്ചർ. ജീവിതത്തിലൊക്കെ ഒരുപാട് വേദനയും പ്രയാസത്തിലൊക്കെ കൂടി കടന്നു പോയപ്പോഴും ഒരിക്കലും അതൊന്നും സ്കൂളിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് യാതൊരു തടസ്സം കൂടാതെ വളരെ സന്തോഷത്തോടു കൂടി ആത്മാർത്ഥതയോടുകൂടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി ചിട്ടയായി ചെയ്യുവാനായിട്ട് ഗ്രേസ് ടീച്ചറിന് സാധിച്ചു. തീർച്ചയായിട്ടും ഭവനത്തിലെ ഔസേഫ് സാറിൻ്റെ ഒരു പൂർണ്ണ പിന്തുണ അതിന് ഉണ്ടായിരുന്നു എന്നുള്ള യാതൊരു സംശയമില്ല.
പ്രിയപ്പെട്ട ടീച്ചറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. വിരമിച്ച് ഇതിൻ്റെ ശിഷ്ടജീവിതം ആയുരാരോഗ്യത്തോടെ കഴിയുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ഹായ്, ഞാൻ മിനി തോമസ്, പത്തനംതിട്ട മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ്സായിട്ട് പ്രവർത്തിക്കുന്നു. പ്രിയ ഗ്രേസ് ടീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ, ടീച്ചർ എൻ്റെ ഒരു സുഹൃത്താണ്. 1987-89 ഞങ്ങൾ ഒരുമിച്ച് TTCക്ക് പഠിച്ച കാലഘട്ടം മുതലുള്ള സ്നേഹബന്ധമാണ്. അത് തുടർന്ന് പാലക്കാട് ഒരുമിച്ച് താമസിക്കുന്നതിനും SC സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദേശം 15 വർഷത്തോളം ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനുമൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾ തമ്മിൽ കുടുംബമായിട്ട് തന്നെ നല്ല ഒരു സൗഹൃദ ബന്ധം പുലർത്തുന്നു. ഇവിടെ വന്ന് ഒരു വർഷക്കാലം ടീച്ചറിൻ്റെ ഹെഡ് മിസ്ട്രസ്സായിട്ട് പ്രവർത്തിക്കുവാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ടീച്ചറിൻ്റെ വിഷയം മലയാളമായിരുന്നു. നല്ല ലളിതമായിട്ട് കുഞ്ഞുങ്ങളെ മലയാളം പഠിപ്പിക്കുന്നതിനും ടീച്ചറിനെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നിറവേറ്റുന്നതിനും ടീച്ചറിന് കഴിയുന്നു എന്നുള്ളത് ടീച്ചറിനെ പറ്റി എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒരു വിശേഷണമാണ്. പ്രത്യേകിച്ച് പരീക്ഷാ ഡ്യൂട്ടികൾ നേതൃത്വ പാഠവും ടീച്ചർ എപ്പോഴും കാണിച്ചിരുന്നു. പരീക്ഷയ്ക്ക് ടൈം ടേബിളുകൾ ക്രമീകരിക്കുന്നതിനും പരീക്ഷാ ഡ്യൂട്ടികൾ ക്രമീകരിക്കുന്നതിനുമൊക്കെ വളരെ മിടുക്കിയായിരുന്നു ഗ്രേസ് ടീച്ചർ. അതുപോലെ തന്നെ ടീച്ചറിനെ കുഞ്ഞുങ്ങളെ ഓർമ്മിച്ച് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടും കുഞ്ഞുങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് അറിയുന്നതിനുമൊക്കെയുള്ളൊരു പ്രത്യേക പാഠവും തന്നെയുണ്ട്. സ്കൂളിലെ ലൈബ്രറിയുടെ ചുമതല, അതുപോലെ തന്നെ ലേബർ ഇന്ത്യയുടെ ചുമതല, ഇതൊക്കെയും ടീച്ചർ നിർവഹിച്ചു. ഏറ്റവും സ്തുത്യർഹമായിട്ടുള്ളൊരു സേവനം കാഴ്ചവെച്ച് എന്നോടൊപ്പം പടിയിറങ്ങുന്ന പ്രിയ ഗ്രേസ് ടീച്ചറിന് എല്ലാവിധമായിട്ടുള്ള അനുമോദനങ്ങളും ആശംസകളും അറിയിക്കുന്നു.